പടച്ചോൻ വെളി ഇറങ്ങി വന്നു എൻ്റെ മകൻ കാശ് കൊടുക്കട്ടെ. നാളായിട്ട് ഇങ്ങോട്ടൊന്നും ആരും വരാറൊന്നുമില്ലല്ലേ? ആര് വേണം കഴിക്കപ്പര പോതഞ്ഞൂരാണിത്. എൻ്റെ മതത്തിൽ നിൽക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത്. ഇതിൻ്റെ അടിയിൽ തന്നെ പലരും വന്ന് കമന്റ് ചെയ്തിട്ട് നീ ആ തട്ടം അഴിച്ചു മാറ്റുന്നു, എന്ത് ഈ തട്ടം ആർക്കാണ് കുത്തുന്നത്, ഉപദ്രവിക്കുന്നത്, തട്ടം അഴിച്ചു മാറ്റിയിട്ട് നീ ചെയ്യുന്നു പറഞ്ഞ് തെറി വിളിച്ചൊരു ഐഡിയ എന്നാണ് ഞാൻ അവനെ പറഞ്ഞത്. പരമ ചെറ്റാണ്. കാരണം ഈ വയസ്സായ ആ മനുഷ്യന് അവൻ ഉപയോഗിച്ച വേർഡ് അത്രയും മോശമായിട്ടാണ്. കാരണം ഞാനൊരു കുറി തൊട്ട് കൊടുക്കുന്നത്. അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കണ്ടിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കമന്റ് ഒക്കെ വായിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ കരയും. വാപ്പ ഇതിന്റെ അപ്പുറം ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണ്. അതായത് ആള് എനിക്കത് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ഇമോഷണൽ. കാരണം ഈ ഒരു സംഭവം ആള് കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഹാപ്പി ആയിട്ടില്ല. എന്റെ മോള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. അതായത് നമ്മൾ എന്ത് കാണുന്നോ അതായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ആളിപ്പില്ല. കൽബിനകമേ കബപണിതേ ഹജുറുല്ലസ്വദായ് നീം പതിഞ്ഞേ. നമസ്കാരം, വെൽക്കം ടു ജാങ്കു സ്പേസ്. ഇത് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വളരെ സന്തോഷമുള്ളൊരു ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ആച്ചിയമ്മയ്ക്കും രാമച്ചനും ഒരു അടിപൊളി വീട് കിട്ടി. ഈ വീട് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. ഇതാണ് നമ്മുടെ ആച്ചിയമ്മയുടെ വീട്. ആച്ചിയമ്മയുടെ രാമച്ചൻ്റെ ഏട്ടാ. ഇതാ നിൽക്കുന്നതാണ് നമ്മുടെ ആച്ചിയമ്മ. ആച്ചിയമ്മയുണ്ട്, ഇതാ നമ്മുടെ രാമച്ചനും ഉണ്ട്. ഇനി ഇവർക്ക് ഈ വീടൊക്കെ എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ഇപ്പം കാണാം. ഹലോ, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? എന്തായാലും വളരെ സന്തോഷം. ഹലോ, നമ്മൾ പറഞ്ഞില്ലേ വീട് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ഈ വീട് വെച്ച് നൽകിയ ആളാണ് ഈ നിൽക്കുന്ന നമ്മുടെ സ്വന്തം സിലു ടോക്സ്. ഇനി കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ നമ്മൾ ഇവിടെ എത്തിയല്ലേ അതൊക്കെ പറയണ്ടേ? ഇറക്കിയാണ്. അതുപോലെ ഇരിക്കുന്നു നമ്മുടെ രാമച്ചൻ. ഹലോ, എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരുന്ന് ഉറങ്ങായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഒന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചത് അല്ലേ? ഓക്കെ, എന്തായാലും നമ്മൾ ഇവിടെ ഉണ്ടാവും കുറച്ച് നേരം ഇനി. ഏട്ടാ നല്ല ചിരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നാച്ചിയമ്മയുടെയും രാമച്ചന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ അറിയാം. അറിഞ്ഞോണ്ടിരിക്കണം. മുണ്ടൂർ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഏട്ടൻ രാമച്ചൻ. നാച്ചിയമ്മ നല്ല പേരാണ്. എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്? ഇൻസ്റ്റാഗ്രാമില് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു മെസ്സേജ് കാണാണ്. ആ കാണുന്ന സമയത്ത് ചെറിയ കുട്ടികളുടെ സൗണ്ടാണ് എനിക്ക് കേൾക്കുന്നത്. അപ്പൊ ആ കുട്ടി അവിടെ നിന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, സിലുത്ത ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഒരു ആച്ചിയമ്മ ഉണ്ട്, അവരുടെ അവസ്ഥ ഭയങ്കര മോശമാണ്, ഈ ചൂടിലൊരു ഫാന് പോലും ഇല്ല അവർക്ക് വീട്ടില്, സിലുത്ത ഒന്ന് വന്ന് കണ്ടിട്ട് ബോധ്യമായിട്ട് അവർക്ക് വേണ്ടത് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമോന്ന് പറഞ്ഞിട്ടാണ്. അവര് നമ്മുടെ വീഡിയോ കാണുന്നത് കൊണ്ട് വീട്ടിൽ പോയി അവര് പറഞ്ഞ സമയത്ത് യാതൊരുവിധ റെസ്പോൺസ് കാര്യങ്ങളും ഇല്ല. ഒരാളെ അത്ര വലിയ രീതിയിൽ സഹായിക്കാനൊന്നും ആർക്കും പറ്റില്ല എന്നുള്ളത് കൊണ്ട് ശരി സിലുത്താന്റെ അടുത്ത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണുമായിരിക്കും എന്നാണ്. പക്ഷെ ഇതിലൊരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എല്ലാ മെസ്സേജ് കാണാറില്ല. നമുക്ക് അത്രയും മെസ്സേജുകൾ വരുമ്പോ എനിക്ക് ആച്ചിയമ്മന്റെ അടുത്തേക്ക് വരാനുള്ള ഭാഗ്യം ഉള്ളത് കൊണ്ട് മാത്രം അന്ന് ആ മെസ്സേജ് കാണാൻ പറ്റിയത്. അങ്ങനെ ഇറങ്ങി വന്നു എൻ്റെ മകൻ. ഇറങ്ങി വന്നു. അങ്ങനെ ദീർഘായുസ് കൊടുക്കട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഈ കാണുന്ന പ്രതികളും ഒക്കെയും എന്റെ വീട്ടില് കുട്ടികളുണ്ട്, അവർക്കും എല്ലാവർക്കും ഇതൊരു ഫുൾ പാക്കേജ് ആണ്. അന്നത്തെ ദിവസം തന്നെ എനിക്ക് വരണം തോന്നി. കാരണം ആ വീഡിയോയിൽ കണ്ട അവസ്ഥ അത്രയും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഈ മേൽക്കൂരയൊക്കെ അതായത് ഒരു
എല്ലാം കൊണ്ടും അവർക്ക് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രയാസപ്പെട്ടിട്ടാണ് അച്ഛമ്മ ജീവിക്കുന്നത്. ഇത്ര ദിവസം ജീവിച്ച് വന്നിരുന്നത്. എപ്പോഴും മഴ വരുമ്പോ പേടിച്ച് പറയാം, നെഞ്ച് എന്റെ പടപടാന്നിരിക്കുന്നു. എല്ലാ പാത്രങ്ങളും കൊണ്ടുവന്ന് നിരത്തി വെക്കണം. മഴ പെയ്താ വെള്ളം ഫുള്ള് ഉള്ളിലേക്ക്. അച്ഛൻ പറയണ ഞങ്ങള് കഴിഞ്ഞ എയറോപ്ലെയിൻ കാണുന്നു. പച്ച ലൈറ്റ് പച്ച ചോപ്പ് ആയിട്ട് ഈ കിടക്കുമ്പോ ബസ്സില് അതേ ഫോണ് കാണാൻ നേരെ തൊക്കെട്ടിക്ക് നമ്മളെ കൊണ്ട് കഴിയോ ഇത്രയും വിഷമായിട്ടുള്ള ഒരു കാര്യം ഇത്രയും ഹ്യൂമറസ് ആയിട്ട് പറയാന്? അതെ, അതാണ് പോസിറ്റിവിറ്റി. എന്നിട്ട് അത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇവര് ജീവിച്ചിരുന്നത്. അപ്പൊ എനിക്ക് തോന്നി അപ്പൊ തന്നെ ഇവിടെ എത്തണം. കാരണം ഒരു ദിവസം പോലും വൈകി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയ തീരാവേദനയായിരിക്കും. അന്നത്തെ ദിവസം പിറ്റേ ദിവസം തന്നെ ഞാനിത് പ്ലാൻ ചെയ്യുന്നു. ഒരു ഷോപ്പിൽ പോയി ഫാന് മേടിച്ചു. എന്നിട്ട് ഇവർക്ക് വേണ്ട കുറച്ച് ഭക്ഷണ സാധനങ്ങളും ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നത്. കൂടുതലായിട്ടൊന്നും ചെയ്യണം എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് നോക്കിയ സമയത്ത് അച്ഛമ്മയുടെ ദേവലോകം വന്നു. ദേവലോകം ആ വിഷമവും വീടിന്റെ അവസ്ഥയും, അതായത് ഫുള്ളായിട്ട് ഈ വലിയ ഈ കഴുക്കോലില്ലേ, ഇത് പൊട്ടിയിരിക്കാം. അത് ഇവര് കയറ് വെച്ച് കെട്ടിയിരിക്കാണ്. എപ്പോ വേണമെങ്കിൽ മേലെ വീഴാം. പിന്നെ ഇവിടെയുള്ള ചുറ്റുള്ള ഈ മരങ്ങള് കാറ്റത്ത് വന്ന് വീഴുന്നുണ്ട്. ഇങ്ങനെയുള്ള പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അത് ഒരു ഇത് വെട്ടാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കാരണം ആരും ചോദിക്കാനും പറയാനും ആരുമില്ല. ആ അവസ്ഥയിലാണ് ഇവര് നരച്ച തെങ്ങും ഉണ്ണി അച്ഛമ്മയാണ് ഒറ്റയ്ക്ക് ആൾക്ക് വേണ്ടത്. അതായത് ആങ്ങളെയാണ്, ഏട്ടനാണ്. ഏട്ടന് വേണ്ടിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഈ വയസ്സാം കാലത്ത് വയ്യാത്ത അവിടെ ഈ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിക്കുന്നത്. നമുക്കാരുള്ളത് ഒറ്റയ്ക്ക് പോയില്ല. അതാരെങ്കിലും ബാ മക്കളെ പറഞ്ഞ് വരാണ്ടിക്കോ. മരുന്ന് വാങ്ങാൻ പോയാ തിരിച്ചു വരാൻ വഴി അറിയില്ല. ഒരിക്കൽ മുണ്ടൂര് പോണ്ടത് പോയി പറളി കൂട്ടുമോക്കിന്റെ അവിടെ എത്തി. അങ്ങനെ എന്താണപ്പ നേരം വഴി താന്ന് എന്നെ പണി ഇടുവോ പറഞ്ഞ അങ്ങനെ ആ വന്ന വഴിക്കൂടെ തന്നെ പോയി. പിന്നെ ഒരു എന്താ നിങ്ങൾ ഇറ്റത്ത് നിൽക്കണം, മകനെ എന്നെ ഒന്ന് 9-ാം മൈൽ കൊണ്ട് വിട്, ഞാൻ മെല്ലെ പോവാ. അത് അറിഞ്ഞ ആൾക്കാരാണ്. അവൻ ഇവിടെ കൊണ്ട് വിട്ടു. അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ തീരുമാനിച്ചു കേട്ടു എറിഞ്ഞെറിഞ്ഞ് 5:30 കഴിഞ്ഞേ പറളിയെത്തിന്ന്. ഇനി അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട അവസ്ഥ വരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞു വെക്കാം. ഇവർക്ക് മരുന്ന് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് കൊണ്ട് കൊടുക്കുന്ന രീതിയിൽ മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ ഏർപ്പാടാക്കി കഴിഞ്ഞാൽ അവര് കൊണ്ടുവന്ന് കൊടുത്താൽ ഈ വഴി തെറ്റുന്ന പ്രോബ്ലം കാര്യങ്ങളും ഇല്ലല്ലോ. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ടപ്പോ ഇവർക്ക് ഈ മേൽക്കൂരയും വീടും ഒന്ന് റെഡിയാക്കി കൊടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം നമ്മൾ അപ്പൊ തന്നെ ആര് നമ്മളെ സഹായിച്ചാലും ഇല്ലെങ്കിലും എന്റെ മകനെ 100 വയസ്സ് വരെ എല്ലാ മക്കൾക്കും ഭംഗിയായി വരട്ടെ. എന്റെ കണ്ണായി വരട്ടെ. പിന്നെ എത്ര ദിവസം കൊണ്ട് നമ്മൾ ഈ വീട് ഇതുപോലെ ഇത് മഴയ്ക്ക് മുമ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തീരുമാനം. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിലേക്ക് പോണോണ്ടും കൂടെ തന്നെ എന്റെ വരുമാനം പറയണത് എനിക്ക് വീട്ടിൽ വീഡിയോ എടുക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, ഇതൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റില്ല. അപ്പോഴേക്കും ഇവിടെ എന്തോ ഒരു ഉത്സവം അങ്ങനെ എന്തോ ഒരു സംഭവം വന്നു. പിന്നെ പണിക്കാരും റെഡിയാവണം. അപ്പോൾ പണിക്കാരെ സംസാരിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് വിളിച്ചപ്പോൾ അച്ഛമ്മ അവർ പറഞ്ഞു കുമ്മാട്ടി കഴിഞ്ഞിട്ട് വന്നാൽ മതി പറയാനായി. ശരി, കുമ്മാട്ടി കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും മഴയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. എന്ത് ഇതിന്റെ ഇടയിൽ എനിക്കൊരു എന്റെ ബിസിനസ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പോയി ഞാൻ വരുമ്പോഴേക്കും ഇവിടെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. വന്ന ഉടനെ തന്നെ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ വെൽഡിങ് ചെയ്യുന്നവരെ എല്ലാം റെഡിയാക്കി 4 ദിവസത്തിൽ പണി തീർക്കണം എന്നായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ നടക്കൂലല്ലോ. അപ്പൊ നമ്മൾ ഈ ചെയ്യുമ്പോൾ ഇവർക്ക് ഓരോന്നും നോക്കി നോക്കി ചെയ്യണം. അതായത് ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും കുറച്ച് ദിവസമെങ്കിലും, അതായത് ഇനി അവരെത്ര മരിക്കുന്നവരെ ഉണ്ടോ സുഖത്തോടെ ജീവിക്കണം. തീർച്ചയായിട്ടും. ഇത് എന്റെ അമ്മയാണ്, അറിഞ്ഞില്ല, ചോദിച്ചു നോക്ക് അച്ഛമ്മയുടെ മകൾ ആരാണ്. എന്റെ പൊന്നും മകള്, രാജാത്തി മകള് അച്ഛമ്മക്ക് മക്കളില്ലാന്ന് ഭയങ്കര വിഷമമാണ്. പിന്നെ ആരെങ്കിലും ചോദിച്ചെന്ത് പറയും? ഞാൻ എന്റെ മുണ്ടൂർ പാലക്കാട് ഒരു മകളുണ്ട് പറയാം. അതാണ് അതന്നെയല്ല മകള്. ഞാൻ അതിന്റെ വെളിവ് അറിഞ്ഞിട്ടില്ല.
എന്തായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു വീട് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവണേ ഉണ്ടാകേണ്ട 100 മുറി വിളിക്കേണ്ട ആളാ പടച്ചോനെന്ന്. കിടക്കുമ്പോഴും വിളിക്കും, എണിച്ചാലും വിളിക്കും, ഭൂമി തൊട്ട് തൊഴുതിയിട്ടും വിളിക്കും. എന്താണ് വീഴാണ്ടിക്ക് നമ്മ എണിക്കില്ലേ, അപ്പൊ അങ്ങനെ വന്ന് തൊട്ട് 3 മുറി തൊഴുതിയ ആ വീഴ്ച വീടല്ല നമ്മ വീടും അത്രയും. കാരണം അമ്മ വീണ് കഴിഞ്ഞ പിന്നെ ആര് നോക്കില്ല അച്ഛനെ. അത് ആങ്ങള 4 ആങ്ങളാരും ഞാനൊരു പെണ്ണാണ്. അതിപ്പോ ഒക്കെ പോയി. ഇനി ഒന്നുണ്ട് അതാ മുണ്ടൂര് കടസി അപ്പക്കോട്ടെ. അവൻ പെണ്ണും കെട്ടി മക്കളായിട്ട് അവിടെ വരും. ഇപ്പൊ എന്തായാലും വിചാരിച്ച പോലെയൊക്കെ വീടൊക്കെ ആയില്ലേ? ആയി. എന്റെ പൊന്നു മക്കള് വന്ന് കണ്ടില്ലേ, ദീർഘായുസ് ദൈവം അള്ളാവ് തരട്ടെ. ഇതില് മെയിൻ എന്താണെന്നറിയോ, നിങ്ങൾ വന്നത് ഭയങ്കര സന്തോഷാണ്. നമ്മളെ കാണാനും നമ്മളോട് സംസാരിക്കാനും ആൾക്കാർ വരാൻ രോഗം എനിക്ക് വന്നല്ലോ ഉള്ളാന്ന് മാത്രം. ഇത്രയും നാളായിട്ട് ഇങ്ങോട്ടൊന്നും ആരും വരാറൊന്നും ഇല്ലല്ലേ? ആര് വരുന്നു മുത്തേ, ആര് വരുന്നു? കഴിക്കപ്പര പോതന്നൂരാണിത്. എന്തായാലും അമ്മ എന്തായാലും ഒരുപാട് സന്തോഷം അമ്മേനെ കണ്ടതിലൊക്കെ. എന്റെ മക്കൾക്ക് കാശ് കൊടുക്കട്ടെ എല്ലാവർക്കും. ഇനി നമുക്ക് അച്ഛനെയും കൂടി ഒന്ന് കാണാനുണ്ട്, രാമച്ചനെയും കൂടി. കുറച്ച് വിശേഷം രാമച്ചന്റെ അടുത്തോട്ട് നമുക്ക് സംസാരിക്കാം. നമ്മളിവിടെ തന്നെയുണ്ട്. രാമച്ചനെ അധികം വയ്യാത്തോണ്ട് നമ്മൾ എഴുന്നേപ്പിച്ച് നടത്തിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് അല്ലാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രാമച്ചൻ. രാമച്ച നമസ്കാരം. നല്ല ഉറക്കത്തിലൊക്കെ ആയിരുന്നു, ഞങ്ങൾ വന്നപ്പോ ഒന്ന് എഴുന്നേറ്റ് വന്നാണ്. ഒത്തിരി ആഹാരം കൊടുത്തു. അപ്പൊ മഴയല്ലേ, സുഖമാണ്. അനിയത്തിക്കുട്ടി ഭക്ഷണം കൊടുത്ത് കിടത്തി ഉറക്കിയേക്കണായിരുന്നു. രാമച്ച സന്തോഷായില്ലിപ്പോ ഇല്ലേ? തമിഴൊക്കെ അറിയുന്നു നന്നായിട്ട്? പാലക്കാട്. തമിഴ് നന്നായിട്ട് അറിയല്ലേ? നല്ല ചിരിയാട്ടോ രാമച്ചന്റെ. അവിടെ ഇരിക്കണ അനീതിക്കുട്ടിയുടെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു രാമച്ചന്റെ. മുടിയും താടിയൊക്കെ വളർന്നിട്ട്. പക്ഷെ ആള് നല്ല ഗ്ലാമറാണ് കാണാന്. ഇതൊന്നും വെട്ടിക്കൊടുക്കാനും അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാനും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആരും തിരിഞ്ഞു നോക്കാനില്ല. നല്ല കാലത്തൊക്കെ നല്ല മൂളിപ്പാട്ടൊക്കെ പാടിയ ആളാ. ആണോ? പാട്ടൊക്കെ പാട്ട് പാടോ രാമച്ച? അതെ അനീതിക്കുട്ടി പറയണ്ടല്ലോ പാട്ട് പാടുന്നു, നാച്ചിയമ്മ പറയണ്ടല്ലോ. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. നമുക്കൊരു പാട്ട് കേൾക്കാം, ചെറുതായിട്ടൊക്കെ അറിയാം. പഴയൊരു ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ, ഒരു പാട്ട് പാടാൻ പോകട്ടെ. ഞങ്ങൾ ഒറ്റ പാട്ട് പാടുള്ളൂ അല്ലേ രാമച്ച? ആളിങ്ങനെ ഇത്രയൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു, സംസാരിക്കില്ലായിരുന്നു, സൈലന്റ് ആയിരുന്നു, ആർക്കും മിണ്ടില്ലായിരുന്നു, ചിരിക്കില്ലായിരുന്നു. നമ്മൾ വന്നതിന് ശേഷം ആള് ഭയങ്കര ഹാപ്പിയാണ്. ആള് പറഞ്ഞൊരു വാക്കുണ്ട്, പടച്ചോൻ കൊണ്ടുവന്ന് തന്ന ആള് എന്നുള്ളത്. അത് കേട്ടപ്പോ എനിക്കുണ്ടായ ഒരു സന്തോഷം. ഈ സംഭവങ്ങളൊന്നും നമ്മള് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കുന്ന ഒന്നല്ല. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്റെ മോള് എന്താണോ അത് ജസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നു എന്ന് മാത്രം. പലതും കിട്ടാറില്ല. ആ സമയത്ത് ഇവരെ ജെന്യുവനായിട്ട് അവരുടെ ആ പ്രാർത്ഥനയും, കാരണം അത്രയ്ക്കും അവസ്ഥപ്പെട്ടിട്ട് ഒരു മനുഷ്യൻ സഹായിക്കാനില്ലാതിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ആള് മുടിവെട്ടാൻ ആളെയും കൂടെ കൊണ്ടുവന്നപ്പോ ഒന്നും വെക്കണ്ട, എല്ലാം എടുക്കുന്ന ആ ആശ്വാസം. ഈ കവളിന്റെ ഭാഗത്തൊക്കെ ഡേർട്സും മൊത്തം ഇതിപ്പോ ഞാനെന്നല്ല, ഇവിടെയുള്ള ആര് വിചാരിച്ചാലും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ വിചാരിക്കണം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇപ്പൊ സന്തോഷമായില്ലേ? എന്തായാലും എന്താ പറയാ, ദൈവം പ്രാർത്ഥന കേട്ടു അല്ലേ? എപ്പോഴും പറയും, എപ്പോഴും രണ്ടുപേരും ഇവരെപ്പോഴും പറയുന്ന കാര്യം, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കിടപ്പാടം. മര്യാദയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് സമാധാനത്തിലൊന്ന് കിടന്നുറങ്ങണമെന്ന് അല്ലേ? അത് എന്തായാലും ദൈവം പ്രാർത്ഥന കേട്ടു. പഠിപ്പിച്ചു വിട്ട ആളില്ലേ ഒരുവനായ ആള്, അയാളെ മാത്രം കണക്കൂട്ടി വണങ്ങാം, നമുക്കത് എത്തുള്ളൂ. എത്താത്തതൊന്നും പോയി തൊഴുതാൻ പാടില്ല, എടുക്കാൻ പാടില്ല, ഓർമ്മ നിൽക്കില്ല. ആൾക്ക് ഇവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, മരിക്കണ വരെ കുറച്ച് സമാധാനത്തിലൊന്ന് ജീവിച്ചു പോകണം. അല്ലാണ്ടേക്ക് ഒന്നും ഒരു ഇതും ഇല്ല. കൈയും കാലം ആടിയിട്ട് കഞ്ഞിൽ. അച്ഛൻ പറയണത് കഴിഞ്ഞ ജന്മത്തില് ചിലപ്പോ എന്റെ മകളായിരിക്കും, അതാണ് മോള് ഇവിടെ വന്ന് എത്തിപ്പെട്ടത്. ശരി തന്നെ. അതെ, ഈ ജന്മത്തിലും മകള് തന്നെ, അത് തന്നെ മകള് തന്നെ. വൈകിയായാലും ഞാൻ കണ്ടെത്തി എത്തി. അതെ. അമ്മ ഇവിടെ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, മുമ്പ് എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ടോ അവിടെ? ഓ
അതൊക്കെ ഈ റേഷൻ അരിയൊക്കെ കിട്ടുമ്പോ കഴിക്കാണ്ട് വെക്കും വേണമെന്നുണ്ടല്ലോ. അത് സംഭവം എന്താണെന്നറിയോ, ഈ അരിയൊക്കെ ഭയങ്കര കട്ടിയുള്ള അരികളായിരിക്കും, പല്ലില്ലല്ലോ. ആരെ തിന്നണ ഉണ്ണി ഞാൻ എന്നെ കെട്ടിക്കൊണ്ടേ 40 കൊല്ലം മുണ്ടൂര് പോയിരുന്നു. അവിടെ കൊയ്യനും കെട്ടാനും കണ്ടും കൃഷിയൊക്കെ ഉണ്ട്. ആരുമില്ല, തന്തി ഞാൻ എന്നെ ഉള്ളൂ. അയാൾ പോയപ്പോ കണ്ടത്തിന് എന്ത് കെട്ടി ഏട്ടന് മക്കൾക്ക് കൊടുത്തു 4 പേർക്ക് കണ്ടം. ആണോ? അത് നമുക്കൊന്നും ഇല്ലാണ്ടായി. ഞാൻ അവിടുന്ന് വീടും വിറ്റും കൊണ്ടും ഇങ്ങോട്ട് വന്നു. എന്നിട്ട് എത്ര കിട്ടി? 80,000. അതുകൊണ്ട് എന്ത് കേട്ടോ. അങ്ങനെ ദൈവം കുന്നപ്പിടിയാകുമ്പോ നമ്മളെ കാത്തു. അവസാനം ദൈവം കാത്തു. അതെ, അതന്നെ ഭഗവതി. ശരി. എന്നിട്ട് ഇപ്പൊ നമ്മള് പൊന്നിയരി പോലെയുള്ള അരി പെട്ടെന്ന് വേകാനുള്ള അരി വാങ്ങിച്ചു കൊടുത്തോണ്ട് അവർക്ക് പല്ലില്ലല്ലോ, അപ്പൊ ഈസി ആയിട്ട് അവർക്ക് കഴിക്കാനായിട്ട് പറ്റും. എരി വെച്ചാ കടക്കണം ചോറ് ഇത്രേ വേണ്ടു. ചൊടുന്നനെ കൂട്ടാനും വെക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി കുറച്ച് വിശേഷങ്ങളുണ്ട്. സിലു, നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. കാരണം നല്ല കാര്യങ്ങൾ എന്ത് ചെയ്താലും അതിന്റെ പുറകിലൊക്കെ എത്ര നല്ല ചെയ്താലും കുറ്റം പറയാനും ഇതിനൊക്കെ ഇപ്പോഴും ആൾക്കാരുണ്ട്. അതെങ്ങനെയാണ്, അത് കാലം എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും മായില്ല. അപ്പോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനി സിലുവായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. പഠിച്ചവരെ നിങ്ങള് മാതാവ് എന്തൊക്കെ പാത്തൊക്കെ ദൈവത്തെ നിങ്ങൾ ചിലയുള്ളൂ. നമ്മൾ ഇനി ഉണ്ടല്ലോ, എപ്പോഴും ഉണ്ടല്ലോ. അതെ, നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ സിലു, ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞ പിന്നെ സിലുവിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് നമുക്ക് നേരിട്ടൊന്ന് കാണുന്നുണ്ടായിരുന്നു, അച്ഛമ്മേനൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തേക്കുന്നത്. അല്ല, അതെന്റെ പ്ലാനായിരുന്നു. ഒരു മാസം എടുത്തു. കാരണം ഷീറ്റ് വർക്ക് മാത്രം 10 ദിവസത്തിന്റെ മേലെ ഉണ്ടായിരുന്നു. കാരണം ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമല്ലോ. പിന്നെ അതിനുശേഷം നമ്മൾ ടൈൽ വർക്ക് ഉള്ളിലുണ്ടായിരുന്നു, പിന്നെ പുറത്ത്, അതിനുശേഷം പിന്നെ പെയിന്റിങ്, ഇതെല്ലാം കൂടെ ആയിട്ട്, പിന്നെ കിണറിന്റെ ഇതെല്ലാം കൂടെ ആയിട്ട് ഏകദേശം ഒരു മാസത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പോ കുട്ടികളുടെ ഒരു മെസ്സേജിൽ നിന്നാണ് ഇവിടെ എത്തിയത് അല്ലേ? ഏത് കുറച്ച് കുട്ടികൾ മെസ്സേജ് അയക്കുന്നു, കുഞ്ഞു കുട്ടികൾ. അതാണ്, ഒരു കൊച്ചു കുട്ടികൾ വിചാരിച്ചാൽ എന്ത് നടക്കുന്നു അറിയില്ലേ, നടക്കും, നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ആ കറക്റ്റ് മെസ്സേജ് എത്തിലും ആ മെസ്സേജ് കാണാനിടയുണ്ടാവില്ലോ. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. ശരിക്കും ഇവിടെ അന്ന് വരുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു ഇവിടുത്തെ? ദയനീയകരം എന്നൊന്നും പറഞ്ഞാലും അതിനൊരു വേറൊരു ഡെഫിനിഷൻ കൊടുക്കാനില്ല. നമ്മുടെ ചങ്ക് പറിച്ചു കളയുന്ന രീതിയിലുള്ള വേദന ഉണ്ടാക്കുന്ന, അതായത് ഇവരും മനുഷ്യന്മാരാണ്, അവർക്കും ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് വായു, ഭക്ഷണം, പാർപ്പിടം പോലെയുള്ള അടിസ്ഥാന സൗകര്യം വായു ദൈവം കൊടുക്കും. പാർപ്പിടവും ഭക്ഷണ സാധനങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ഗെയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തു തരാന്നുള്ളതാ. എന്തിന്റെ പുറത്താണ് ഇവരെ ഇങ്ങനെ തള്ളപ്പെട്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടെന്നൊന്നും എനിക്കറിയില്ല. ആരും ഇല്ല ശ്രദ്ധിക്കാൻ. അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. ഇനിയിപ്പോ ഈ സെയിം ടൈം ഒരു അപകടം സംഭവിച്ചെന്ന് വെക്കൂ, മഴയിലോ കാറ്റിലോ ഈ മരങ്ങൾ എന്തെങ്കിലും വീണ്, അല്ലെങ്കിൽ ആ മേൽക്കൂര അങ്ങോട്ട് തകർന്ന് വീണ് 2 ജീവനുകൾ പൊലിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇതേ സോഷ്യൽ മീഡിയ, ഇതേ സമൂഹം കണ്ണീർ വാർക്കാനും പരസ്പരം കുറ്റപ്പെടുത്താനും പഴി പറയാനും ആൾക്കാരുണ്ടാവും. പക്ഷെ അതിൽ ആരെങ്കിലും ഒരാള് ഇവർക്ക് വേണ്ടിയിട്ട് മുന്നിട്ട് വന്നിരുന്നെങ്കിൽ ആർക്കും പറ്റും. ഇപ്പൊ ഈ ചെറിയ കുട്ടികളുടെ ചെറിയൊരു ചിന്ത, അതായത് എന്റെ വീഡിയോ കണ്ടു സിലുത്താത്താക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ ചെറിയൊരു സ്പാർക്കില് നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ എവിടെയോ കിടക്കുന്ന ഞാൻ, എനിക്കും ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്കറിയില്ല ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഇവിടെ 2 ജീവനുകളുണ്ട്, ഒന്നും അറിയില്ല. ആര് വിചാരിച്ചാലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, പക്ഷെ വിചാരിക്കണം. അതെ, അച്ഛനൊക്കെ എന്ന് പറഞ്ഞു മുടിയും താടിയൊക്കെ വളർത്തി എഴുന്നേക്കാൻ ആരോടും മിണ്ടാതെ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടെ അല്ലേ? ഹൈജീൻ എന്ന് പറഞ്ഞത് എല്ലാവർക്കും വേണ്ട ഒരു സംഭവമല്ലേ? അത് വേറൊന്നുമല്ല, സ്വന്തം ശരീരത്തിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന രോമങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യമോ പോലും ഇല്ലാത്ത ഒരാൾക്ക് അത് ചെയ്തു കൊടുക്കാൻ ആരുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആൾക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല, ഒന്ന് വൃത്തിക്കൊന്ന് കിടക്കാനോ അല്ലെങ്കിൽ രാത്രി ഒന്ന് ഉറങ്ങാനോ പറ്റില്ല, ചൊറിച്ചിലും ചളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതുപോലും ചെയ്തു കൊടുക്കാൻ ഈ സമൂഹത്തിൽ ആരും ഇല്ലാത്ത വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവരുണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആളെ കൊണ്ടുവന്ന് ചെയ്തു കൊടുത്തപ്പോ ആള് ദൈവം പടച്ചോൻ കൊണ്ടുവന്ന് തന്ന ആള് എന്ന് പറഞ്ഞ് എനിക്കിഷ്ടമല്ല. എന്നെ പോലെ ഒരാളുടെ മുന്നിൽ ഒരാൾ കൈകൂപ്പി നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ചെറുതാണ്, ഇവർ ഇത്രയും വലിയ ആൾക്കാർ, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്. പക്ഷെ അവർക്ക് എന്റെ മുന്നിൽ കൈകൂപ്പി ഇങ്ങനെ പറയേണ്ട അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അവർ എത്ര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത് അല്ലേ?
ആരുടെയെങ്കിലും ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടായിരുന്നു? ഇപ്പൊ ഈ കൊമ്പൊടിഞ്ഞ് വീടിന്റെ മുകളിലേക്ക് വീഴാനൊക്കെ നിൽക്കുന്നവർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഒരുപാട് മരങ്ങളൊക്കെ വീണിട്ടുണ്ട്. ഞാൻ വരുന്നതിന്റെ 2 ദിവസം മുമ്പ് ഇത് കൊമ്പൊടിഞ്ഞ മുകളിലേക്ക് ശരിക്കും ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഇല്ല. ഇവര് അവിടെ കംപ്ലൈന്റ് ചെയ്തിട്ടും ഓണർ ആണെങ്കിലും പറയണം അത് അവിടെ നിന്നോട്ടെ. അപ്പൊ ഈ ജീവനുകൾക്ക് യാതൊരു വാല്യൂ ഇവിടെ കാണുന്നില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരോ അങ്ങനത്തെ മെമ്പർമാരോ അങ്ങനെ ആരും ഇടപെടുന്നില്ല? ഇതുവരെ ആരും ഇല്ല. ഇടപെട്ടിട്ടില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഞാൻ വലിയ സംഭവമാണോ പറയാനല്ല, ഇതുവരെ ആരും ഇല്ല. പക്ഷെ ചിലപ്പോ അത് എനിക്ക് വേണ്ടി കാത്തുവെച്ച ഭാഗ്യമായിരിക്കാം, ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള സുഹൃത്തായിരിക്കാം. ഇപ്പൊ എവിടെയോ എത്രയോ ദൂരത്ത് ഇറക്കുന്ന ഇപ്പൊ സിലുവിലേക്ക് ഇത് എത്തുന്നു, സിലുവിലേക്ക് എത്തി ആ കുട്ടികൾ വഴി എത്തുന്നു, സിലു വന്ന് ചെയ്തു കൊടുക്കുന്നു. അതായത് അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ പോലും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ആരും ചെയ്തു കൊടുക്കുന്നില്ല ഇവിടെ. ഇത്രയും ദൂരത്ത് നിന്ന് സിലു തന്നെ വന്നത് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതേപോലെ ഒരുപാട് എന്താ പറയാ ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല ഇപ്പോഴും പല കാര്യങ്ങളും. ഇപ്പൊ ഈ അച്ഛൻ്റെ ഈ ഒരു സംഭവം ഇപ്പൊ ഞാനിത് വീഡിയോ ആക്കി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. എനിക്ക് കേരളം മൊത്തം നടന്നു അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം നടന്നു ഇതുപോലെ ഒരിക്കലും പോസിബിൾ അല്ല ഒരാൾക്ക് ചെയ്യാന്നുള്ളത്. പക്ഷെ ഈ വീഡിയോ കാണുന്ന 1,00,000 പേരിൽ ഒരു 10,000 പേരിന്റെ അടുത്തെങ്കിലും ഇതുപോലെ കുറച്ച് പേരുണ്ടാവും. അവരുടെ ഉള്ളിലേക്ക് ആ ഒരു തോന്നൽ വരും, നമ്മുടെ അടുത്ത് ഇതുപോലെ ഒരാളുണ്ടല്ലോ, എന്തുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുത്തുകൂടാന്നുള്ളത്. ഒരു 100 ആ 10,000 പേരിൽ ഒരു 100 പേരെങ്കിലും അത് അങ്ങനെ ഒരു കുടുംബത്തിന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ 100 ജീവനുകൾ അവിടെ രക്ഷപ്പെടുന്ന ഒരു സംഭവമല്ലേ. ഈ ശരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മൾ ഇപ്പൊ ഈ ചെയ്തു കൊടുത്തതെല്ലാം മാറ്റി വെക്കുക. ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അതിൻ്റെ അടിയിൽ വരുന്നത് ഞാൻ കുറച്ച് കമൻറ്റുകൾ ശ്രദ്ധിച്ചു. കയ്യിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് പൈസകൾ ഇതുവഴി സമ്പാദിക്കുന്നുണ്ട്, അപ്പം ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും എന്താ പറയാ ആർക്കും ചെയ്തു കൊടുക്കുക, ആർക്കും ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റുകൾ വരും. അതായത് ഇവള് ഈ ചെയ്തു കൊടുത്തതിന്റെ 10 ഇരട്ടി ഇവള് ഉണ്ടാക്കിയിട്ടുള്ളൊരു കമന്റ് വന്നു. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള പെട്രോൾ പൈസ പോലും ചിലപ്പോൾ ആ ഒരു വ്ളോഗിൽ കിട്ടൂല. എൻ്റെ വ്ളോഗും എൻ്റെ കണ്ടന്റും ഇതല്ല. എൻ്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രൊമോഷൻ ചെയ്താലാണ് പൈസ കിട്ടുള്ളൂ. യൂട്യൂബിൽ RPM എനിക്ക് കുറവാ. ഒരു വ്ളോഗ് ഇട്ടാലും ചിലപ്പോൾ 1,500-3,000 ഒക്കെ ആയിരിക്കും മാക്സിമം കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപയോളം ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാം കൂടെ നോക്കുന്ന സമയത്ത്, ഇതുവരെയുള്ള എല്ലാ ചെലവ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ആ പൈസ ഉണ്ടാക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു പൈസ ഉണ്ടാക്കേണ്ട ഒരു ഗതികേട് ഇതുവരെ ദൈവം എന്നെ എത്തിച്ചിട്ടില്ല. കാര്യം ചോദിക്കട്ടെ, എവിടെ നിന്ന് എത്ര അധികം ശത്രുക്കളുണ്ടായേ? അതെന്താ സംഭവം എന്നറിയോ? നമ്മൾ വളരുന്നു എന്നുള്ളത് നമ്മൾ സൈലന്റ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്കൊരു വളർച്ചയില്ല എന്നുള്ളതാ. ഒരാളുടെ വളർച്ച കാണുമ്പോഴാണ് അതിൽ സപ്പോർട്ട് ചെയ്യാനും അതിനെ എതിർക്കാനും ആൾക്കാരുണ്ടാവുന്നത്. എനിക്ക് സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അതൊരു അവൾക്ക് അങ്ങനെ കിട്ടണ്ട, അവൾ അങ്ങനെ ആവണ്ട എന്നുള്ള തോട്ട്സിലായിരിക്കാം മേ ബി വരുന്നത്. അല്ലാതെ ഞാൻ ഇന്നേവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ശല്യം ചെയ്തിട്ടില്ല, കടം വാങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, കൊടുക്കാതിരുന്നിട്ടില്ല. നമ്മുടെ പഴയൊരു ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷികൾക്ക് ദൈവം ചിറക് കൊടുത്തത് പറക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകൾ മാത്രം പുരുഷന്മാർ മാത്രം ജോലി ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കുന്നു, സ്ത്രീകൾ മാത്രം. ആൺപക്ഷിക്കും പെൺപക്ഷിക്കും ദൈവം ചിറക് കൊടുത്തിരിക്കുന്നത് പറക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ പോലും മനസ്സിലാക്കാൻ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് നീ പറന്നുകൊണ്ട് നടന്നോ, അതായത് എനിക്ക് ശരിക്കും ആകാശത്തിൽ കൂടെ പറക്കണം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഞാൻ പറന്ന് എവിടെ എത്തി എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് ഞാൻ പറന്നത് അതുപോലെ ഒരു മനുഷ്യജീവന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏതൊരു മനുഷ്യരുടെ ഈ ചെറിയ കുട്ടികൾ വിചാരിച്ചാൽ വരെ ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതിനുള്ള തെളിവാണ് ഈ കാണുന്നത്. അതായത് ഈ പറക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യം സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈക്വാലിറ്റി ആണിനെ പോലെ തന്നെ വേണമെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. ആണിന് ആണിൻ്റെതായിട്ടുള്ള കഴിവുകളും പെണ്ണിന് പെണ്ണിൻ്റെതായിട്ടുള്ള കഴിവുകളും ഉണ്ട്. ആണുങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റില്ല, സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പറ്റും, സ്ത്രീകൾക്ക് തനിയെ പ്രസവിക്കാൻ പറ്റില്ല, അതിനാണും വേണം. ഇതൊക്കെയുള്ള കോമൺ സെൻസ് ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഞങ്ങൾക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആ കഴിവ് ദൈവം തന്നിരിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് ചിറക് തന്നിട്ട് പറക്കാൻ പറ്റുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആണിന് ബുദ്ധി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ പെണ്ണിനും ബുദ്ധി കൊടുത്തിട്ടുണ്ടോ? ആണിന് മാത്രം യൂസ് ചെയ്യാനുള്ളതല്ല, അത് പെണ്ണിനും യൂസ് ചെയ്യാൻ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. ആണിന് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെണ്ണിനും കൈ കൊടുത്തിട്ടുണ്ട്, അത് ആ കൈ കൊണ്ട് പലതും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ്. യാത്ര ചെയ്യാനും പഠിക്കാനും വിദ്യാഭ്യാസത്തിനും എല്ലാറ്റിനും ഈക്വലായിട്ട് രണ്ടുപേർക്കും അവകാശമുണ്ട്. അത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. തീർച്ചയായിട്ടും. പിന്നെ പലരും ഇട്ടേക്കുന്ന ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതാ വാപ്പാടെ മോളാണ്, ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യുന്നു.
കാരണം വാപ്പ ഇതിൻ്റെ അപ്പുറം ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. വാപ്പ ഒരുപാട് പേരെ സഹായിച്ചിട്ടൊക്കെ ഉള്ള ഒരാളാണോ? അതായത് എനിക്കത് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഇമോഷണൽ ആവും. കാരണം ഇപ്പോൾ ഈ ഒരു സംഭവം ആള് കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഹാപ്പി ആയിട്ടുണ്ടാവും. എൻ്റെ മോള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. അതായത് നമ്മൾ എന്ത് കാണുന്നോ അതായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ആളിപ്പില്ല. സങ്കടം വരണ്ട ഒന്നോ സങ്കടം വരണം. അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കണ്ടിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കമന്റ് ഒക്കെ വായിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ കരയേറി. നമ്മള് എന്താ പറയാ, ഇപ്പൊ ആ കമന്റുകളല്ലല്ലോ, ആ കമന്റുകൾ പ്രതീക്ഷിച്ചിട്ടോ ഒരു കമന്റ് അല്ലല്ലോ നമ്മളെ തളച്ചിടുന്ന ഒരു സ്ഥലത്ത്. സിലു ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് നെഗറ്റീവ് കമന്റ് കണ്ടാൽ ഞാൻ കരയാറില്ല. ആ പോസിറ്റീവായിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനില്ല, എൻ്റെ അത്തല്ല കാണാന് ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരുപാട് പേർക്ക് ഇങ്ങനെ ചെയ്യണം. ഇത്ര ദിവസം അടക്കി വെച്ച് മൊത്തം പുറത്തേക്ക്. അദ്ദേഹം ചെയ്തതിന്റെ എന്താ, അദ്ദേഹം പോയതിനു ശേഷം ഇപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെല്ലാം ഇപ്പൊ മകള് വഴി ചെയ്യുന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇപ്പൊ എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് ഇതേ ഈ അമ്മൂമ്മയുടെ ഒക്കെ ചിരിയുണ്ടോ, ആ അച്ഛന്റെ ചിരിയുണ്ടോ, ആരും ഇല്ലാതെ കിടന്നിരുന്നവരല്ലേ. ഒരാൾക്കെങ്കിലും ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആള് കാണാനില്ല എന്നുള്ള ആ ഒരു സങ്കടം പെട്ടെന്ന് വിട്ടുപോയ ഒരു വിഷമാണ്. സാറിന് ഒരാൾ കരയുമ്പോൾ നമുക്ക് ആശ്വസിപ്പിക്കാം. ഇതെനിക്ക് ആശ്വസിപ്പിക്കാൻ തോന്നുന്നില്ല. കരയട്ടെ, കാരണം നല്ല കാര്യം ചെയ്ത് ഇത് ഒരാള് മോശം പറഞ്ഞിട്ട് കരയുന്നതല്ല, സന്തോഷം കൊണ്ട് കരയുന്നതാണ്. കരയട്ടെ. അപ്പൊ ആള് ആഗ്രഹിച്ച അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ഈ വിഷമം വരാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാല്, ആള് എന്നോട് ഒരിക്കൽ ഇങ്ങനെ വന്ന് ചോദിച്ചു, നിനക്ക് പഠിച്ചോൻ ഒരുപാട് ജനങ്ങളെ നിനക്ക് തന്നിട്ടുണ്ട്, ഞാനൊന്നും വിചാരിച്ചാൽ പോലും കൂട്ടിയാൽ കൂടാത്തൊരു സംഭവമാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു സാധാരണ ഒരു കാര്യമല്ല, അത് പഠിച്ചോൻ നിന്നെ അനുഗ്രഹിച്ച് വിട്ടിരിക്കുകയാണ്. അത് നിനക്ക് നല്ല രീതിക്ക് ഉപയോഗിച്ചുകൂടെ. ഇപ്പം നമ്മുടെ ഏരിയയിൽ കുറച്ച് ആൾക്കാർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അത് നിനക്ക് കേരളം മൊത്തം വിപുലീകരിക്കാനായിട്ട് പറ്റും, നിനക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ആളെ അതായത് കുറച്ച് ഹാർഷായിട്ട് ഞാൻ പറഞ്ഞു, സമാധാനത്തിൽ ജീവിക്കുന്നത് പറ്റൂല അല്ലേ, ഞാൻ അധ്വാനിച്ച് ആരെയും ഒന്നും വാക്കുകളോ ഒന്നും കേൾക്കാതെയും ഒന്നും ഞാൻ ഈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് സമാധാനത്തിൽ മക്കളായിട്ട് ജീവിക്കാനാണ്. നമുക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഒന്നും വാങ്ങിച്ചിട്ടൊന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ള വെച്ച് നമുക്ക് ചെയ്തു പോവാം. കാരണം നാട്ടുകാർ നമ്മുടെ അധ്വാനത്തിനെ പോലും കണക്കാക്കാതെ പിന്നീട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ എനിക്ക് വിഷമാവും എന്ന് പറഞ്ഞ ആളെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത്, ശരി നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. എപ്പോഴും എനിക്ക് ആ തോന്നലായിരിക്കും. പിന്നെ ആളുടെ ആ ഒരു മരണത്തിൻ്റെ ആ ഒരു സീന് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു സംഭവം, വിചാരിക്കാതെ പെട്ടെന്ന് തലേ ദിവസം ഞാൻ പിറ്റേ ദിവസം പോയി കാണണമെന്ന് വിചാരിച്ച ആള് മരണപ്പെട്ട് കിടക്കാന്ന് പറയുമ്പോൾ, അപ്പൊ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആളുണ്ടായിരുന്നെങ്കിൽ, ആള് മൊബൈൽ യൂസ് ചെയ്യുന്ന അങ്ങനെ ഒന്നല്ല. ഇപ്പൊ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ആണെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ അടുത്തിരുന്ന് വായിച്ചു കൊടുക്കും, നിന്റെ മോളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് പറയത്ര, അവൾ ഇത്രയ്ക്കൊക്കെ വളർന്നോ, എൻ്റെ മോൾക്ക് ഇത്രയും സ്നേഹിക്കാനുള്ള ആൾക്കാരുണ്ടോ, ഇങ്ങനെയൊക്കെ അവൾ ചെയ്യുന്നുണ്ടോ, ആരില്ലെങ്കിലും അവൾക്ക് ഇനി പഠിച്ചോനുണ്ട്, ജനങ്ങളുണ്ട് എന്ന് പറയായിരുന്നു. അപ്പൊ ആ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങളെ ഒഴിച്ചിട്ടോ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഇത്രയും അഫെക്ഷനായിട്ട് സംസാരിക്കുമ്പോൾ ചിലർ വിചാരിക്കും ഞങ്ങൾ അത്രയും കെയർ ചെയ്ത് നോക്കിയ ആളാണ് എന്നുള്ളത്. അല്ല, ഞാൻ മറ്റുള്ളവരെ നോക്കിയാൽ എൻ്റെ മക്കളെ പഠിച്ചോ നോക്കും. അതായിരുന്നു ആളുടെ ഒരു പോളിസി. അത് സത്യം തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. ആളുടെ ആ ഒരു മനസ്സും ആള് ചെയ്ത പ്രവർത്തനങ്ങളും കാരണം ആയിരിക്കാം ഇങ്ങനെ ആയത് എന്നുള്ളത്. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ കൂടെ തന്നെ ഉണ്ടായേനെ. തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ എന്നെ ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവനായിരിക്കും ആള്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരോടും അനുവാദം ചോദിക്കേ ഇല്ല, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ ഒന്നല്ല, ഞാൻ ജസ്റ്റ് പ്ലാൻ ചെയ്യുന്നു, അതിനനുസരിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത്തൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഫുള്ളായിട്ട് ഇതിങ്ങനെ ചെയ്യും, അതങ്ങനെ ചെയ്യുന്നുള്ളത് പറഞ്ഞു തരാനൊരു ആളുണ്ടാവുമായിരുന്നു. കാരണം ആൾക്ക് അതാണ് ഒരു ഹരം, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ ഷോപ്പിൽ ഒരു ചേച്ചി വന്നു, മോന് സ്കൂളിൽ പോകാൻ പൈസ ഇല്ല, ഫീസ് അടയ്ക്കാനോ എന്ന് പറഞ്ഞു. ഷോപ്പിലുള്ള മൊത്തം പൈസയും ലാഭമല്ല, അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് 4000 രൂപയാണ്. അത് എടുത്തു കൊടുത്തപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ടുള്ളൂ, തികയിൽ ഒരു 1000 രൂപ കൂടെ വേണം.
ഞാനാണെങ്കിലും അയ്യോ എൻ്റെ ഇതേ ഉള്ളൂ എന്നേ പറയുള്ളൂ. ആള് നേരെ വീട്ടിൽ പോയി എവിടെയൊക്കെ തപ്പി പിടിച്ച് 1000 രൂപ എടുത്ത് അവിടെ പോയി അവരുടെ ആ കയ്യിൽ കൊടുത്ത്. എന്തായാലും വെറുതെ അല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. അദ്ദേഹത്തിന്റെ അമ്മ അച്ഛമ്മക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന വീഡിയോ ഉണ്ട്. ഞാൻ സിൻസിയർലി പറയാണ്, വീഡിയോ കണ്ടിട്ട് ആളിരുന്ന് കരയാ. അമ്മ പറയും ഞാൻ ആ വീഡിയോ ഇരുന്ന് കണ്ട് കരഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഇത് ചെയ്യൂലാന്ന്. സീരിയസ്ലി അമ്മ ഇപ്പോൾ അതുപോലെ സഹായിക്കാൻ അതുപോലെ നല്ല മനസ്സുള്ള ഒരാളാണ്. പക്ഷെ ഫിസിക്കലി അങ്ങനെ ആരെയും അമ്മ അങ്ങനെ ഇതാക്കൂല. പക്ഷെ എനിക്ക് ആ ഒരു ഇതില് ജീന് കിട്ടിയത് എൻ്റെ ഫാദറിനെയാണ്. ആൾക്ക് മറ്റുള്ളവര് വേറൊരു മനുഷ്യനാണെന്നൊരു എന്താ പറയാ അങ്ങനെ ഒന്നുമില്ല. അങ്ങോട്ട് ഇറങ്ങി അവർക്ക് വേണ്ടത് ചെയ്യാന്നുള്ള ഒരു ഇതാണ് തോന്നലാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോഴും എവിടെയെങ്കിലും ഇടയ്ക്ക് ഒറ്റപ്പെട്ട് പോകുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ? ഉണ്ട്. എവിടെയാണ്? എല്ലാ ഭാഗത്തും പല സമയത്തും എനിക്ക് ആ ഒരു ഒറ്റപ്പെടല് ഒരുപാട് പ്രാവശ്യം. ഇന്നലെ പോലും ഈവൻ ഞാൻ ഒറ്റയ്ക്കാണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു ഇത് എനിക്ക് വരലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും. ആ സമയത്ത് ഞാൻ കമൻസ് എടുത്ത് നോക്കും. ഞാൻ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ കമൻസ് ഇടും കേട്ടോ എന്നുള്ളത്. അത് എനിക്ക് റീച്ചിനും അതിനും വേണ്ടിയിട്ടൊന്നല്ല. അവരെ കമൻസ് കാണുമ്പോൾ എനിക്ക് കൂടെ ഞാൻ ആരുടെയൊക്കെയോ കൂടെ ചുറ്റും ഇരിക്കുന്ന ഒരു ഫീലും അവരായിട്ട് സംസാരിക്കുന്ന ഒരു ഫീലും ഒക്കെയാണ് എനിക്ക് വരുന്നത്. എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തെ സിലു അല്ല, ഒരുപാട് റീച്ചായി, ഒരുപാട് പൈസയായി, ഇപ്പോൾ ഭയങ്കര അഹങ്കാരമാണെന്നൊക്കെ ഇങ്ങനെ പലതരത്തിൽ കമൻറ്റുകൾ കാണുന്നുണ്ട്. അവർക്ക് ആ കമൻ്റ് ഇടുന്നവർക്ക് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചതും ഇപ്പം നിങ്ങൾ ഈ കണ്ടതും. പൈസയല്ല ഒരു മനുഷ്യനെല്ലാം ആക്കുന്നത്, അതിൻ്റെ അപ്പുറം കുറേ അവർ ചെയ്യേണ്ട കുറേ കർമ്മങ്ങൾ കൂടിയുണ്ട്. അതെന്താണെന്നറിയോ, ചിലവരുടെ ഒരു ധാരണയുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എൻ്റെ അവകാശപ്പെട്ട എൻ്റെ മക്കളുടെയും കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള പൈസയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അല്ല, അതിൻ്റെ വാസ്തവം അതല്ല. ഇപ്പോൾ ദൈവത്തിന് എന്താ എല്ലാവർക്കും ഈക്വലായിട്ട് വിഭജിച്ച് കൊടുത്തൂടെ ഈ പൈസ? എല്ലാവരെയും പണക്കാരും അല്ലെങ്കിൽ എല്ലാവരെയും പാവപ്പെട്ടവരാക്കിക്കൂടെ? പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേരെ കഷ്ടപ്പെടുത്തിയിട്ടും കുറച്ച് പേർക്ക് കുറേ പൈസ കൊടുത്തിട്ടും വെക്കുന്നത്. അതിൽ നിന്നും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട ആ മുതൽ അവർ കറക്റ്റായിട്ട് വീതിച്ചു കൊടുക്കുന്നുണ്ടോ, അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ നമ്മുടെ കയ്യിൽ കുറച്ച് കൂടുതൽ തരുന്നുണ്ടെങ്കിൽ തരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് അവകാശപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഈ ഇപ്പോൾ മക്കളെല്ലാം വളർന്നു വരികയാണ്. സമൂഹത്തിൽ ആരൊക്കെയോ ഭയങ്കരമായിട്ട് നമ്മളെ ഒരു സൈഡിൽ ഭയങ്കര എതിർപ്പ് കാണിക്കുന്നുണ്ട്. അത് പല നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൂടെ നിൽക്കേണ്ട പലരും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും പല ഏരിയയിൽ നിന്ന് ഭയങ്കര എതിർപ്പുകൾ വരുന്നുണ്ട്. മക്കൾക്ക് അത് ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷനുണ്ടോ? ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ എൻ്റെ മക്കൾക്ക് നന്മയായിട്ട് മാത്രമേ വരുള്ളൂ എന്നുള്ള. ഇന്നേ വരെ നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് പോലും എൻ്റെ മക്കൾക്ക് അങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന്. ശരിയാണ്, അങ്ങനെ ഒരു വശം ഉണ്ടെന്ന് പോലും തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് അഹങ്കാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു വശം എന്താന്ന് വെച്ചാൽ എനിക്ക് മോശമായിട്ടൊന്നും വരുത്തിക്കില്ല. കാരണം പടച്ചോൻ ഈ കിട്ടുന്ന എല്ലാത്തിൻ്റെയും നന്മ, നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ എല്ലാം നന്മ ആയിട്ട് എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും കൊണ്ടുവന്ന് തരുള്ളൂ എന്നുള്ളത്. കാരണം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ എത്രത്തോളം ജെന്യൂൻ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. അപ്പൊ എനിക്ക് ആ ഒരു പേടി ഇതുവരെ വന്നിട്ടില്ല, ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. തീർച്ചയായിട്ടും. മക്കൾക്ക് കൊടുക്കാറുള്ള ഉപദേശം എന്താ? ഫസ്റ്റ് ഉപദേശം എന്താന്ന് വെച്ചാല്, ഈ ഒരു വീട് എന്ന് പറയുന്നത് ആണിന് മാത്രം അവകാശപ്പെട്ടതോ പെണ്ണിന് മാത്രം അവകാശപ്പെട്ടോ എന്നല്ല. ഈ വീടിനകത്ത് നിങ്ങൾ 2 പേരും ഈക്വലാണ്. ഇപ്പോൾ റനക്കുട്ടി കല്യാണം കഴിഞ്ഞ് എങ്ങോട്ട് പോയാലും ഹയാനാണ് ആ വീട്ടിൽ താമസിക്കുന്നതെങ്കിലും അത് അവളുടെ വീടാണ്. അവൾ എപ്പോൾ വേണമെങ്കിലും കയറി വരും. നീ എന്താ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാനുള്ള അവകാശം പോലും നിനക്കില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഉള്ള ഒരു സംഭവമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന പോലെ അവകാശികൾ ഒരുപാട് പേരുണ്ട്. അവർക്കും കൂടെ ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കുക. പിന്നെ അഹങ്കാരത്തോടു കൂടെ ജീവിക്കാതിരിക്കുക. ഏതൊരു നിമിഷവും ഞാൻ എൻ്റെ റനക്കുട്ടീനോട് പറയുന്ന ഒരു കാര്യമാണ്, 1 സെക്കൻഡ് മതി ഈ കിട്ടുന്ന ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും ഇല്ലാതായി പോവാൻ. സോ ഒരിക്കലും എനിക്കിതുണ്ട് എന്നുള്ള അഹങ്കാരം മറ്റൊരാളുടെ മുന്നിലേക്ക് കാണിക്കരുത്. കാരണം ചെറിയ രീതിയിലെങ്കിലും അവർക്ക് ആ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നമ്മൾ പറയേണ്ടി വരും. ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, നമുക്കൊരു സ്പെഷ്യാലിറ്റിയും ഇല്ല. ഏതെങ്കിലും ഒരു മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നമ്മൾ പറയേണ്ടി വരും. സോ അഹങ്കരിക്കാതെ ഒരു കാരുണ്യമുള്ള മനുഷ്യനായിട്ട് ജീവിക്കുക, കാരുണ്യമുള്ള മനുഷ്യനായിട്ട് ജീവിക്കുക. ഇനി ഇപ്പോ ശരിക്കും പറഞ്ഞ സിലുവിന്റെ ഒരു ട്രാക്ക് അല്ല ഇപ്പൊ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് ഒരു സഹായം ഒരാൾ ചോദിച്ചപ്പോൾ നേരെ ചെന്നു, അവർക്കത് അവകാശപ്പെട്ടാണെന്ന് അറിഞ്ഞു, ചെന്ന് ചെയ്തു കൊടുത്തു.
അതേപോലെ തന്നെ ഇന്നലെയും യാദൃശ്ചികമായിട്ട് ഒരാളെ കാണുകയുണ്ടായെന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു സംഭവം? ഇന്നലെ ആക്ച്വലി ഇതേപോലെ തന്നെ ഒരു കുട്ടി, നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കുന്നു, ചിലർ ചോദിക്കുന്നു നീ എന്തിനാ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നീയും ദൈവം മാത്രം അറിഞ്ഞാൽ പോരെ, എന്തിനാ പബ്ലിക് ആക്കണേന്നുള്ളത്. ആ പബ്ലിക് ആക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, ഈ വീഡിയോ കണ്ട ആ കുട്ടി ഓക്കെ സിലുത്താത്താക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടാണ് ഈ കോണ്ടാക്ട് ചെയ്യുന്നത്. അത് ഈ വീഡിയോ കണ്ടതുകൊണ്ടാണ്. അവരുടെ അവസ്ഥ എന്താന്ന് വെച്ചാല് ഇവര് ആ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ഒരു വയസ്സായ അമ്മയും അവരുടെ മകനും, വയസ്സായ ഒരു മകനുമാണ് ഉള്ളത്. മകന് കാലൊടിഞ്ഞിട്ട് ഇതുപോലെ നടക്കാൻ പറ്റാതിരിക്കുക. അപ്പോൾ കയറി പോകുമ്പോൾ നേരത്തെ കടന്നു കണ്ടപ്പോൾ എന്താന്ന് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് വിശപ്പറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം ഉറങ്ങാൻ കിടന്നതാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ പാലക്കാടിൻ്റെ ഉള്ളിൽ 2 ജീവനുകള് അരി പോലും ഇല്ലാതെ വിശപ്പറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം. ഇന്ന് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം. അതിൽ അവര് വെച്ച് ആ ചോറ് ഒരു ചെറിയൊരു പഴയ ഏതോ ഒരു ഐസ്ക്രീം ഡപ്പയിൽ ഇത്രയ്ക്ക് ആക്കിയിട്ട് ഒരു പഴങ്കഞ്ഞി പോലെ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയില്ല, ഈ കാലഘട്ടത്തിലും ഉണ്ട് അങ്ങനെ ചോറ് കിട്ടാതെ വിശപ്പറിയാതിരിക്കാൻ ഉറങ്ങുന്ന വയറ്. അല്ലെങ്കിൽ വഴി കൂടെ കാറുകൾ പോകുന്ന സമയത്ത് കൈകാട്ടി നിർത്തിയിട്ട് ഒരു 5 രൂപ തരുമെന്ന്. ഈ കാലഘട്ടത്തിൽ ഈ 5 രൂപയിൽ അവർക്ക് എന്താ കിട്ടുക? ഒന്നും കിട്ടില്ല. പപ്പടം ഉണ്ടാക്കി വിറ്റ അമ്മയാണ് ഇപ്പം എനിക്ക് വയ്യ മാനെ, എനിക്ക് ഇരിക്കാനും വയ്യ, എനിക്ക് കണ്ണ് കാണാനില്ല, എനിക്ക് ആരും തരാനില്ല, ഞാൻ പിച്ചെടുക്കാൻ പോയിട്ടാണ് എന്തെങ്കിലും കഴിക്കാന്ന്. ഈ പിച്ചെടുക്കുന്ന പൈസക്കല്ല, അരിക്ക് 1 നാഴി അരിയോ അല്ലെങ്കിൽ 2 നാഴി അരിയോ കിട്ടിയാൽ അത് കൊണ്ടുവന്ന് വെച്ചവർ കഴിക്കുക. ഇതാണ് അവരുടെ അവസ്ഥ. ഈ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ അവസ്ഥയായിട്ടാ പറയുന്നത്. ഇത് സിനിമയിൽ കൂടിയൊക്കെ കാണുന്നത് പലരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് റിയൽ കേരള സ്റ്റോറി, ഇതാണ് റിയൽ. നിങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ നടന്ന് ചെന്ന് കാണണം. നിങ്ങൾ ഈ റീല് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഡാൻസിനും പാട്ടിനും അല്ലെങ്കിൽ തുണി അഴിച്ചിടലിനും മാത്രം ഉപയോഗിക്കേണ്ട ഒരു സംഭവമല്ല. ഈ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് പുതുതലമുറക്ക് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ളവരും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അവരത് കാണട്ടെ, അവരുടെ ഉള്ളിലും ഒരു സ്പാർക്ക് വരട്ടെ, ഇങ്ങനെയുള്ളവരെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരണം എന്നുള്ള സ്പാർക്ക് വരട്ടെ. അതല്ലാതെ നീ ഇതെന്തിനാ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്, നിനക്ക് റീച്ച് കിട്ടാനാണോ എന്ന് ചോദിച്ചാൽ ഈ ലൈക്ക് കിട്ടിയിട്ടാണോ ഞാൻ ചോറും കറി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്? അല്ലല്ലോ, എനിക്ക് ഈ ലൈക്ക് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ലൈക്ക് എന്തിനാ ഉപയോഗിക്കുക? എന്തിനെങ്കിലും ഉപയോഗിക്കുമോ? അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് എനിക്ക് പൈസ കിട്ടുമോ? എനിക്ക് പൈസ കിട്ടുമോ? നിങ്ങൾ പറയും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടാൽ പൈസ കിട്ടുമോ? ഇല്ല. യൂട്യൂബിൽ ഷോർട്സ് ഇട്ടാൽ പൈസ എത്ര കിട്ടും? ഒരു 10 മില്യൺ ഒക്കെ കഴിഞ്ഞാലേ എനിക്ക് 1000 2000 കിട്ടുന്നു. ഈ 1000 2000 എന്താ എൻ്റെ ഇല്ലേ? ഇതെന്തിനാന്ന് വെച്ചാൽ സമൂഹം കാണട്ടെ, ഇങ്ങനെയുള്ളവരും ജീവിക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നല്ല കാര്യം ചെയ്ത് ജീവിക്കാൻ പുതുതലമുറയെ ഉണ്ടാക്കിയെടുക്കുക. അത് വിട്ടിട്ട് മക്കള് റീല് കണ്ടാൽ കുഴപ്പമില്ല, നല്ല കാര്യം കാണണ്ട, നീ അത് ഇടണ്ട. അത് ഇട്ടുണ്ടായാലും നിനക്ക് എന്തെങ്കിലും കിട്ടിപ്പോയാലോ, സിലുവിന് എന്തെങ്കിലും കിട്ടിയാലോ, സിലുവിന് ഒരു നല്ല പേര് കിട്ടിയാലോ, ആരെങ്കിലും അപ്രിഷിയേറ്റ് ചെയ്താലോ, അതല്ലേ ഏറ്റവും മോശമുള്ള കാര്യമല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ കൊട്ട് കിട്ടിയേക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതാണ്, മനുഷ്യന് മതം എന്നുള്ളത് അത്യാവശ്യമായിരുന്നു? ആക്ച്വലി എന്നെ പേഴ്സണലി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞാനൊരു ഏകദൈവ വിശ്വാസിയാണ്. അതെനിക്ക് എവിടെയും പറയാൻ എനിക്കൊരു മടിയും പേടിയും ഇല്ല. ഇപ്പം കാണുന്ന ഈ ഒരു സമൂഹത്തിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൊട്ട്, ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അപ്പുറം കൊട്ട് എനിക്ക് കിട്ടും. പക്ഷെ എൻ്റെ വിശ്വാസം എന്നുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ അവകാശമാണ്. ഞാനൊരു ഏകദൈവ വിശ്വാസിയാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ പക്കാ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നോ പെണ്ണാണെന്നോ ഞാൻ പറയുന്നില്ല. എൻ്റെ ഭാഗത്തു നിന്നും ചെറിയ വീഴ്ചകളും തെറ്റുകളും ഒക്കെ സംഭവിക്കുന്നുണ്ടാവും. പക്ഷേ ഈ മതങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? ഏത് മതമാണെങ്കിലും, ഇപ്പോൾ താങ്കളുടെ മതമാണെങ്കിലും എൻ്റെ മതമാണെങ്കിലും എല്ലാം മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാനും അവരെ ചേർത്ത് നിർത്താനോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സഹജീവികളോട് കാരുണ്യം കാണിക്കുക എന്നാണ്. അതിൽ മുസ്ലിങ്ങളോട് കാരുണ്യം കാണിക്കാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ വയറ് നിറച്ചും ഭക്ഷണം കഴിക്കരുത് എന്നാണ്. ഇതിൽ അയൽവാസി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അയൽവാസികൾ ഹിന്ദുസ് ആവാം, ക്രിസ്ത്യൻസ് ആവാം, ബുദ്ധൻസ് ആവാം, ഏത് ആൾക്കാരും ആവാം. ഇതിലെവിടെയും മതം പറഞ്ഞിട്ടില്ല. മതം പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്. എനിക്ക് ഈ എൻ്റെ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഞാൻ എൻ്റെ മതത്തിൽ നിൽക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത്. ഇതിൻ്റെ അടിയിൽ തന്നെ പലരും വന്ന് കമൻറ്റ് ചെയ്തിട്ട് നീ ആ തട്ടം അഴിച്ചു മാറ്റുന്നു. മുസ്ലിം ആയിട്ടുള്ള ആളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ആയിട്ടുള്ള ഒരാളും നീ ആദ്യം ആ തട്ടം അഴിച്ചു മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഈ തട്ടം ആർക്കാണ് കുത്തുന്നത്, ഉപദ്രവിക്കുന്നത്? ഇത് എൻ്റെ പേഴ്സണൽ, എൻ്റെ അവകാശമല്ലേ, ഞാൻ എൻ്റെ വസ്ത്രധാരണം എന്ന് പറയുന്നത്. അതൊരു മതത്തിന്റെ ഒരു ഇതാണെങ്കിലും തട്ടം അഴിച്ചു മാറ്റിയിട്ട് നീ ചെയ്യുന്ന പറഞ്ഞ് തെറി വിളിച്ചൊരു ഐഡി അറക്കൽ എന്തോ ഒരു ഇത്, അത് ഞാൻ അറക്കൽ ചെറ്റാന്നാണ് ഞാൻ അവനെ പറയുന്നത്. അവൻ പരമ ചെറ്റാണ്. കാരണം ഈ വയസ്സായ ആ മനുഷ്യനെ
അവൻ ഉപയോഗിച്ച വേർഡ് അത്രയും മോശമായിട്ടാണ്. കാരണം ഞാനൊരു കുറി തൊട്ട് കൊടുത്തു എന്നുള്ളത്. കുറി ഞാനല്ല തൊട്ടത്, ഞാൻ ആൾക്ക് വയ്യാത്ത ആളാണ്, സുഖമില്ലാത്ത ആളാണ്. നമ്മൾ അമ്പലത്തിൽ പോയി വന്ന സമയത്ത് ആ കുറി തൊട്ട് കൊടുക്കുമ്പോഴേക്കും എൻ്റെ മതത്തിൽ എന്തെങ്കിലും കലർപ്പണം വരുന്നുണ്ടോ? അത് എൻ്റെ വിശ്വാസം ഞാനും ദൈവവും തമ്മിലല്ലേ, പഠിച്ചവനും തമ്മിലല്ലേ. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരും ഇനിയിപ്പോൾ എന്നെ ചീത്ത വിളിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ആ വീഡിയോ കൊണ്ട് എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം അവർ അമ്പലത്തിൽ പോകുമ്പോൾ സിലു അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, പിള്ളേരും എല്ലാവരും ഉണ്ട്, അവിടുന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, വീട്ടിലേക്ക് വരുന്നു. ഇതൊക്കെ ഒരു ഇനിയിപ്പോൾ എന്ത് കാണിക്കാനാണെങ്കിലും അതൊരു സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. അവർക്ക് രണ്ടുപേർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നൊരു മൊമെൻ്റാണ്. ആ വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പിന്നെ ആ നമ്മുടെ അച്ഛൻ്റെ ഒരു കുറി തൊട്ട് കൊടുത്തു, ആ കുറിയുടെ അതിൻ്റെ താഴെയാണ് ഈ തെരുവിളി വന്നത് അല്ലേ? അതെ. അവർ അതായത് ഞാൻ മതം എടുത്തിടുന്നില്ല, പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഇവരുടെ വിശ്വാസം എന്നുള്ളത് ഇവരുടെ അവകാശമാണ്. ഇവര് രണ്ടും മിക്സ് ചെയ്ത് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇത്രയും ദിവസം വന്നതിൽ ഏറ്റവും കൂടുതൽ പഠിച്ചവനെ വിളിക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ അവരെ ഭഗവതിയും വിളിക്കുന്നുണ്ട്. അവർക്ക് അത് രണ്ടിലും വിശ്വാസമാണ്. എല്ലാ ദൈവവും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവര്. എനിക്ക് ഒരു കാര്യം മാത്രം പറയാം, അതായത് നമ്മളെ എല്ലാരെയും സൃഷ്ടിച്ചത് ഒരു ശക്തിയാണ്. ആ ശക്തിയെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ വിളിച്ച് വിഭജിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഒരു ശക്തിയാണ് നമ്മളെല്ലാരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു വേറൊരു ഇതിലും ബാക്കിയുള്ളവർ അതിന് വേറെ പേരിട്ട് വിളിക്കുന്നു എന്നുള്ളൂ. നമുക്ക് കയറിയ ബ്ലഡ് തന്നെയാണ് വരിക, ആ ബ്ലഡിന് റെഡ് കളർ തന്നെയാണ് ഉള്ളതും, വിശപ്പിന്റെ വികാരവും ഒന്നാണ്, എല്ലാം ഒന്നാണ്. വിശ്വാസത്തിന്റെ പേരിൽ ചെറിയ മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്തു കൊടുക്കാൻ പാടില്ല, ഇത് ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് ഇവരാണോ? അതെ, തീർച്ചയായിട്ടും. എന്തായാലും എന്തെല്ലാം വന്നാലും അതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് തന്നെ പോകും. തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിനെ മാത്രമേ ഞാൻ ഈ ഭൂമിയിലും ആകാശത്തിലും മൊത്തത്തിൽ പേടിക്കുന്നുള്ളൂ. മനുഷ്യന്മാരെ ഞാൻ ഒരിക്കലും പേടിക്കുന്നില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്താലേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അതെ, എന്തായാലും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് തന്നെ പോകും. ഏതായാലും ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കാൻ കാരണം കുറച്ച് കുട്ടികളാണ്. നമുക്ക് ഞാൻ കുട്ടികളെയും കൂടി ഒന്ന് കണ്ടാലോ? ഓക്കെ, കുട്ടികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കണ്ട നമ്മുടെ ഇപ്പോൾ ഈ അമ്മയ്ക്കും അച്ഛനും ഈ വീട് കിട്ടാൻ മെയിൻ കാരണക്കാരായത് ഈ നിൽക്കുന്ന കുട്ടിപ്പട്ടാളമാണ്. ഇവർ ഈ അവസ്ഥ കാണുകയും അവിടുന്ന് സിലുത്താത്തയുടെ കയ്യിൽ ഇത് എത്തിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു, നേരെ സിലുത്താത്തയുടെ അടുത്തേക്ക് എത്തുന്നു. ഹലോ, പേര് പറഞ്ഞേ? അസ്ലഹ, ഹന ഫാത്തിമ, അഹ്സന. ഓക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ ഇവരെ കണ്ടപ്പോ ഈ അവസ്ഥ കണ്ടപ്പോ സഹായിക്കണം എന്ന് തോന്നി? എങ്ങനെയാണ് ഇത് തോന്നിയത്? ഞങ്ങൾ രണ്ടുപേരും പാല് വാങ്ങാൻ പോയപ്പോ ചുട്ടിട്ട് ഇവിടെ ഇരുന്നപ്പോ നല്ല ചൂട്. ഈ പാലക്കാട്ടിന്റെ ഈ ചൂടില് ഇവര് ഒരു ഫാന് പോലും ഇല്ലാണ്ടിരിക്കണ കണ്ടപ്പോ ശരിക്കും കരച്ചിൽ വന്നു. അപ്പോൾ ഞാൻ ഇവളുടെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവളാണ് പറഞ്ഞത്, സിൽത്താത്താൻ്റെ അടുത്ത് ഇത് എത്തി വെച്ചാൽ ഉറപ്പായിട്ടും സിൽത്താത്ത സഹായിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണം തോന്നി. ഒരുപാട് വീഡിയോസ് കാണും. അപ്പോഴാണ് ഇത് തോന്നിയത്. സിൽത്താത്താൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്, ഓരോ വീഡിയോസ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. എല്ലാരും വിചാരിക്കുന്നത് സിലുത്താത്തന്റെ പ്രൊമോഷൻ നടക്കണേന്ന്. ഇത് അല്ല നമ്മളെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് ആരാ വോയിസ് അയച്ചത്? എന്താ വോയിസിൽ എന്താ അയച്ചത്? ഞാൻ അച്ഛയമ്മ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് അച്ഛയമ്മയും രാമച്ചനും പറഞ്ഞിട്ട് രണ്ടാളുകളുണ്ട്. അവര് ഈ പാലക്കാട്ടിൻ്റെ ഈ ചൂട്ടിൽ ഒരു ഫാന് പോലും ഇല്ലാണ്ടാണ് അവരിയ്ക്കുന്നത്. അവർക്ക് വെള്ളവും ഇല്ല, അരിയൊക്കെ റേഷൻ കടയിൽ നിന്ന് എപ്പോഴേലൊക്കെ കിട്ടുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയച്ചപ്പോൾ സിൽത്താത്ത, ഞങ്ങൾ ചിലപ്പോൾ വിചാരിച്ചു സിൽത്താത്ത മെസ്സേജിന് റിപ്ലൈ തരില്ല, കാണില്ല എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ സിൽത്താത്ത മെസ്സേജ് അയച്ചതും ഞാൻ തുള്ളിച്ചാടിയിരുന്നു അവിടുന്ന്. ശരിക്കും ഞാൻ അവിടുന്ന് സിൽത്താത്ത റിപ്ലൈ ആണോ അങ്ങനെ പറഞ്ഞത്. സിൽത്താത്ത നാളെ വരാ പറഞ്ഞതും സന്തോഷം അറിയിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അച്ഛമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അച്ഛമ്മേനെ കാണാൻ ആളുകൾ വേണ്ടി പറഞ്ഞപ്പോൾ അച്ഛമ്മേൻ്റെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛമ്മയൊക്കെ ഈ മഴയത്തും ഇതിലൊക്കെ ചോർന്നൊലിക്കുന്ന ഷെഡിലൊക്കെ കിടക്കുമ്പോൾ നിങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഞാൻ എപ്പോഴും ചെറുപ്പം മുതലേ കാണുന്ന ആളാണ് അച്ഛമ്മായി. പക്ഷേ എനിക്ക് അപ്പോൾ നോമ്പെടുത്തിട്ട് ഇവിടെ വന്ന് കടന്നപ്പോഴാണ് ഇത്രയും ചൂടുള്ള ഒരു ഇതാണ് അങ്ങനെയൊക്കെ മനസ്സിലായപ്പോഴാണ് സിൽത്താത്ത അയക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ എല്ലാവരും സന്തോഷമായില്ലേ? എല്ലാവർക്കും സന്തോഷമായില്ലേ? വീട്ടിലൊക്കെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞ എല്ലാവരും? ആദ്യം
ഉമ്മ നിങ്ങൾ കുട്ടികൾ കാരണമൊക്കെ ഇത് സംഭവിച്ചില്ല, വലിയ കാര്യം തന്നെയാണ്. എല്ലാവരും ആദ്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരും അങ്ങനെ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഇവനെ സഹായിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടപ്പോഴും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് അടുത്ത് നിങ്ങൾ സഹായങ്ങൾ ചോദിച്ചായിരുന്നു അപ്പൊ അവസാനാണ് നമ്മളിലേക്ക് അവസാനമാണ് എത്തിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുപാട് ഞങ്ങളെ കളിയാക്കി, നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് കൊടുക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർക്ക് സഹായം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എല്ലാരും കളിയാക്കി. അപ്പൊ അവര് വരെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ വീട് ശരിയാക്കിയതിന് ശേഷം. അപ്പൊ ശരിക്കും എനിക്കൊരു പ്രൗഡ് ഫീൽ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് കൈ ഇങ്ങോട്ട് തന്നേ. ഇതാണ് കുട്ടികൾ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ 2K കിഡ്സിനെ കളിയാക്കുന്ന കുറെ പേരുണ്ട്, എല്ലാവരും കാണാൻ വേണ്ടിട്ടാ പറയുന്നത് കേട്ടാ. ഇങ്ങനെയും കുറെ നന്മയുള്ള കുട്ടികളുണ്ട് ഇവിടെ. അപ്പൊ എന്തായാലും ഇവരുടെ മെസ്സേജ് വന്നപ്പോ പലതും ഇവർക്ക് തന്നെ സർപ്രൈസ് ആയിരുന്നു. നമ്മളെങ്ങനെയാ വരുന്നത്, എന്താ നമ്മുടെ പ്ലാന്, ഒന്നും ഇവർക്ക് തന്നെ അറിയില്ലായിരുന്നു. കാരണം എനിക്ക് ഈ സർപ്രൈസ് കൊടുത്തിട്ട് ആ സന്തോഷം നേരിട്ട് കാണണം, അങ്ങനത്തെ ഒരു സൈക്കോ ആണ്. അപ്പൊ ഞാൻ ഇവരോടൊന്നും പറയില്ലായിരുന്നു, ഇവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങളോട് തന്നെ പറഞ്ഞില്ലല്ലേ നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയും. ഓക്കെ, അപ്പൊ ഇനി ഇതേപോലെ ആൾക്കാർ ഇതുപോലെ ബുദ്ധിമുട്ടൊക്കെ നേരിടണമെങ്കിൽ നിങ്ങൾ ഇടപെടണം കേട്ടോ. അതുപോലെ ഇനി ഇവര് ഭാവിയിൽ ഇവരും ഇതിനേക്കാളും വലിയ വലിയ പ്രവർത്തനങ്ങൾ അവര് ചെയ്യും അല്ലേ? ഉറപ്പായിട്ടും ചെയ്യും. അത് റിട്ടേൺ ഗിഫ്റ്റ് അതാണ്. എനിക്ക് ഇവര് റിട്ടേൺ ആയിട്ട് ഗിഫ്റ്റ് തരാൻ പോകുന്നത് ഇവരുടെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾ. അടിപൊളി. എത്ര പഠിക്കുന്ന മോള്? ഞാൻ ഫോർത്തില്, ഞാൻ സെവൻത്തില്, 8th. ഈ കുട്ടികളാണ് ഇവര് ഏറ്റവും വിഷമിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇവരിങ്ങനെ ഒരു കാര്യങ്ങൾ പലരെയും സമീപിച്ചപ്പോൾ എല്ലാവരും കളിയാക്കി. ആ കളിയാക്കിയിട്ടും ഇവരത് നിർത്തിയില്ല. ഇവരവിടുന്ന് വേഗം ഇനി എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സിലുത്താരുടെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മക്കളെ, എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. നിങ്ങളുടെ എല്ലാവരുടെയും പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് കേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് നാച്ചിയമ്മയുടെ രാമച്ചൻ്റെ ഒക്കെ വിശേഷങ്ങളാണ് കണ്ടേ. എന്തായാലും വളരെ സന്തോഷമുള്ള, ഒരുപാട് സന്തോഷം തരുന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോ. നമ്മൾ വെറുതെ കാണിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ നേരത്തെ സിലു ഒക്കെ പറഞ്ഞ പോലെ ഒരാളെങ്കിലും ഒരാൾ ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യണമെങ്കിൽ വലിയൊരു കാര്യം തന്നെ സമൂഹത്തിൽ വലിയൊരു മാറ്റങ്ങൾ. ഇപ്പൊ കുട്ടികൾ വിചാരിച്ചാൽ പോലും വലിയൊരു മാറ്റം വരുത്താൻ പറ്റും എന്ന് പറയുന്നത് വളരെ വളരെ ശരിയല്ലേ. അപ്പൊ എന്തായാലും രാമച്ചാ എന്തായാലും സന്തോഷമായില്ലേ? നന്നായിരിക്കട്ടെ കേട്ടാ. അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ട് കൂടെ കേട്ടാ. ഓക്കെ, അപ്പൊ രാമച്ചനൊക്കെ ഒരു പുതുജീവൻ തന്നെയാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. അതുപോലെ നമ്മുടെ സ്വന്തം അച്ഛനും. അപ്പൊ എന്തായാലും ഹാപ്പി ആണല്ലോ അമ്മേ? ജോറായി. എന്തായാലും കൊറേ നാള് കൊറേ വിഷമിച്ചതല്ലേ അല്ലേ? ഇപ്പൊ എല്ലാവരും ഉണ്ട്. എന്റെ മക്കള് വന്നില്ലേ, ബഹു ജോറായി, പടച്ചോ വന്ന പോലെയായി. ഓക്കെ, അപ്പൊ സിലു ഇനിയും തുടർന്ന് മുമ്പോട്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും നിങ്ങളെ പോലെയുള്ളവരുടെ സപ്പോർട്ടും വേണം. തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും. ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നിറച്ചൊരുപാട് ആയുസ് ദീർഘായുസ് കൊടുക്കട്ടെ എല്ലാവർക്കും. അപ്പൊ എന്തായാലും സിലുവിനോടാണ്, സിലുവിന് വേണ്ടി പ്രാർത്ഥിക്കൂലേ? മകളല്ലേ, പിന്നെ പ്രാർത്ഥിക്കായിരിക്കും. അപ്പൊ എന്തായാലും എന്റെ മനൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥിക്കും. അതെ, അപ്പൊ സിലു എന്ത് നെഗറ്റീവ് വന്നാലും തട്ടിത്തെറിപ്പിക്കുക, നല്ലതിന് മാത്രം എടുക്കുക. നമുക്ക് ഉറപ്പായിട്ടും എല്ലാവരും ഉണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഓക്കെ, ശരി എന്നാ. അപ്പൊ ശരി കേട്ടാ. ഓക്കെ, ചില ഇതിൽ ഏറ്റവും വലിയ ഭീഷണി ഉള്ളത് ഇപ്പൊ ഈ മരങ്ങളാണ്. മരങ്ങൾ ഭയങ്കര അപകടാവസ്ഥയിലൂടെ നിൽക്കുന്നത്. അതെ, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ മരം എങ്ങാനും മുറിയ മാത്രല്ല ഈ കാറ്റിൽ പറന്നു വന്നിട്ട് ഇതിലേക്ക് വീഴോ എന്നുള്ള ഒരു പേടിയാണ്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇനിയും ഇപ്പൊ ഒരുപാട് കമ്പുകൾ അവരായിട്ട് നമ്മള് പറഞ്ഞപ്പോ അവര് അത് അവിടെ നിന്നോട്ടെ എന്ന് അവര് അലസ ഭാവത്തിലാണ് പറയുന്നത്. ഈ ജീവനുകൾക്ക് യാതൊരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ. പക്ഷെ ഇപ്പോ സന്തോഷമായി, കാരണം നിങ്ങൾ വന്നതുകൊണ്ട് അതിനൊരു പരിഹാരമായി. ഇപ്പൊ നമ്മളോടൊന്ന് ബന്ധപ്പെട്ടപ്പോ അവര് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, കറക്റ്റായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ സിലുവിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിലും തീരുമാനം ഉടനെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സിലു, ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു.